ആദ്യം ഞാൻ ദീപക് മലയമയിലേക്കും മുബഷീർ പി അക്ബറിലേക്കും പോകുന്നു. മുബഷീർ പി അക്ബർ, വെൽക്കം ടു ഷിരൂർ മിഷൻ. ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ദീപക്. കാലാവസ്ഥ പ്രതികൂലമാണ്. ദീപക് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. കനത്ത മഴയുമാണ് ദീപക് നിൽക്കുന്ന സ്ഥലത്ത്. വളരെ പെട്ടെന്നാണ് മഴ വരിക. 3 ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ടാണെന്ന് അറിയുന്നു. വീണ്ടും പ്രകൃതി നമ്മളെ പറ്റിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നശിച്ച മഴ വീണ്ടും തുടരുന്നു അല്ലേ? ചെറിയ ശബ്ദ തടസ്സമുണ്ട്. ദീപക് മുബഷീർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ദീപക്കിൻ്റെ ശബ്ദം അല്പസമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടും. മുബഷീർ പി അക്ബർ നമ്മളോടൊപ്പമുണ്ട്. ആ സംഭവ സ്ഥലത്ത് മറ്റൊരു കോണിലാണ് ഇപ്പോൾ മുബഷീർ പി അക്ബർ നിൽക്കുന്നത്. മുബഷീർ പി അക്ബർ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി മിഷൻ. പ്രതികൂല കാലാവസ്ഥയാണല്ലേ മുബഷീർ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൻ്റെ 11ാം ദിവസവും പ്രതീക്ഷയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മലയോമൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ കനത്ത മഴ ഈ ഒരു മേഖലയിലുണ്ട്. ഇന്നലെ ഈ ഒരു മേഖലയിലൂടെ കടന്നു വന്ന സമയത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ എത്തിച്ചേരുന്നത്. മഴയും അതുപോലെ തന്നെ പുഴയുടെ അടിയൊഴുക്കൊക്കെ തന്നെ ഈ ഒരു തിരച്ചിലിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമുക്കറിയാം, മേജർ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളൊക്കെ തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കാലാവസ്ഥയുടെ ഈ ഒരു പ്രശ്നം, അതുപോലെ തന്നെ കനത്ത മഴയും പുഴയുടെ അടിയൊഴുക്കൊക്കെ തന്നെ ഈ ഒരു തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് തന്നെ വ്യക്തമാക്കുന്നത്. മുങ്ങൽ വിദഗ്ധർക്ക് പോലും പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം പരിശീലനം ലഭിച്ച ആളുകൾക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത ഭാഗത്തിലുള്ള കുത്തൊഴുക്ക് ഗംഗാവലി പുഴയിലുണ്ട് എന്നുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് ആ നിലയിലുള്ള ഊർജിതമായൊരു തിരച്ചിൽ ഇന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷിച്ചും 4 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലം തന്നെ ലൊക്കേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാവും ഇന്നത്തെ തിരച്ചിൽ ഈ ഒരു മേഖലയിൽ പുരോഗമിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു അങ്കോള മേഖലയിലാണ്. മാധ്യമപ്രവർത്തകർക്ക് ഈ ഒരു മേഖലയിൽ വരെ മാത്രമേ അനുമതിയുള്ളൂ. അതിനപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യത്തിൽ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ലൊക്കേറ്റ് ചെയ്ത കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാവും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സാഹചര്യത്തിൽ ചെറിയ മഴയ്ക്ക് ശമനമുണ്ട്. എന്നാലും വലിയ രീതിയിൽ ഒരു മേഖലയിൽ മഴയുണ്ട് എന്ന് തന്നെ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അതൊക്കെ തന്നെ തിരച്ചിലിന് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, മുബഷീർ പി അക്ബറാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ളത്. ദീപക് മലയമ്മയുണ്ട്, അർജുൻ കല്യാടുണ്ട്, ഒപ്പം സുബൈർ ഫൈസി, രഞ്ജിത്ത് ബനിപ്പാടി, നമ്മളുടെ വീഡിയോ ജേർണലിസ്റ്റുകളും തത്സമയം പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകാനായി സംഭവ സ്ഥലത്ത് നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ മിഷൻ ഇന്ന് അവസാനിക്കുമോ എന്നുള്ളതാണ്. കുടുംബമടക്കം ആശങ്കയിലിരിക്കുന്ന ചോദ്യം. നേരത്തെ ദീപക് മലയമ്മ, അർജുൻ്റെ അമ്മ എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടിരുന്നു. ആ വോയിസ് നോട്ടിൽ അമ്മ പറഞ്ഞത്, ഇത് നീ എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ്, ഞങ്ങൾ എന്താണ് കരുതേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ആ പരാതിയോ പരിഭവങ്ങളോ ഒന്നും അമ്മ ഒന്നും പറയുന്നില്ല. നേരത്തെ വീഴ്ചകൾ ഉണ്ടായിരുന്ന കാര്യം അമ്മ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനും അപ്പുറം ഇപ്പോൾ എല്ലാവരും തെരച്ചിൽ നടത്തുന്നു, അവനെ കിട്ടുന്നില്ല. ഇനി എത്ര കാലം ഈ തെരച്ചിൽ മുന്നോട്ട് പോകും? കുടുംബം മുഴുവൻ വീട്ടിലുണ്ട്, അവരെ ഈ കാത്തിരിക്കുകയാണ് ഒരു ടെലിഫോൺ കോളിന് വേണ്ടി, നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടിന് വേണ്ടി. ഇതാ അർജുനെ നമ്മൾ തിരികെ എത്തിച്ചിരിക്കുന്നു എന്ന ഒരൊറ്റ വാക്ക് കേൾക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവർക്കൊന്ന് അറിഞ്ഞാൽ മതി, എവിടെയാണ് അർജുൻ ഉള്ളത്? അത് ലക്ഷ്മണൻ്റെ കടയുടെ പുറകിലെ ഈ മണൽ കൂമ്പാരത്തിലുണ്ടോ, അതല്ല പുഴ തീരത്ത് നിന്നും 60 മീറ്റർ മാറി കിടക്കുന്ന ട്രക്കിലുണ്ടോ? ഇതിലൊരു ഉണ്ടോ ഇല്ലയോ എന്നൊരു ഉത്തരം പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വളരെ പ്രതികൂലമാണ്, അതിസങ്കീർണമാണ് അവസ്ഥ. കാലാവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും മാറി മാറി വരുന്നു. കുറച്ചു നേരം മഴ മാറി നിൽക്കും, വീണ്ടും പെയ്യും. അതാണ് ഞാൻ ചോദിച്ചത് ദീപക് മലയമ്മ. നമ്മൾ ഇന്നലെ നശിച്ച മഴയെന്ന്, സാധാരണ മഴയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറില്ല, ഒന്നിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുള്ളതല്ല. എങ്കിൽ പോലും ഈ 10 ദിവസത്തെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് 11ാം ദിവസത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമ്മളെ കുടുക്കിയിരിക്കുന്ന മഴയാണ്, വില്ലനായി നിൽക്കുന്നത് മഴയും കാലാവസ്ഥയുമാണ്. ആ കാലാവസ്ഥ മാറുന്നില്ല എന്നത് ആശങ്കയുണ്ടാക്കുന്നു. ഏറ്റവും ഒടുവിലുള്ള കാലാവസ്ഥ അലേർട്ട് കൂടി ഒന്ന് ദീപക് പങ്കുവയ്ക്കൂ. ഒപ്പം ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരവും. ആർമിയുടെ സംഘം പോയി, നേവിയുടെ സ്കൂബ സംഘം അവിടെ എത്തിയിട്ടുണ്ടോ? ഒപ്പം എന്താണ് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി? ഇന്ദ്രബാലനും സംഘവും ഇന്നും ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമോ? ഈ ലക്ഷ്മണൻ്റെ കടയുടെ പിന്നിൽ ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റൽ ഇന്നും തുടരുമോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ദീപക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും.
അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ് ഈ നശിച്ച മഴ എന്ന് പൊതുവേ നമ്മളങ്ങനെ പറയാറില്ല. എങ്കിൽ പോലും അത് ഈ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഇനിയിപ്പോൾ ഈ മേഖലയിൽ ഇന്ന് നടക്കുന്ന ദൗത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ അർജുൻ്റെ അമ്മ ചോദിച്ചതുപോലെ തന്നെ എത്ര നാൾ ഇങ്ങനെ തുടരും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 11ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ 10ാം ദിനത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നും അർജുനെ തിരികെ എത്തിക്കാൻ കഴിയുമെന്നുമുള്ള ഏറ്റവും ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് വില്ലനാവുകയും വിലങ്ങുതടിയാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 സാധ്യതകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ലക്ഷ്മണൻ്റെ തട്ടുകട, അതായത് അന്ന് ആ ലാൻഡ് സ്ലൈഡിൽ ഒഴുകിപ്പോയ ആ തട്ടുകടയുടെ പുറകുവശത്ത് ഇന്നലെ രാത്രി പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അല്പസമയം ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് നീക്കുന്ന നടപടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ മഴ വരികയും അവിടെ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരികയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ആ പ്രവർത്തനം അവസാനിപ്പിച്ചത്. ആ അവസാനിപ്പിച്ച ഘട്ടത്തിൽ നമ്മൾ ആ മേഖലയിൽ പോയി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ കരസേനയുടെ ടീം അംഗങ്ങൾ ആ മേഖലയിലേക്ക് ഇതിനോടകം തന്നെ പ്രവേശിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്മണൻ്റെ കടയ്ക്ക് പുറകിലുള്ള ഭാഗത്ത് പരിശോധനകൾ കുറച്ചുകൂടി ഊർജിതമാക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ പരിശോധനയാണ് ആ മേഖലയിൽ നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 10 തവണ ഡ്രോൺ പറത്തിക്കൊണ്ട് ഒരു സിഗ്നലുകൾ ശേഖരിച്ചു. ഒപ്പം തന്നെ അതിൽ നിന്നുള്ള ഇമേജുകൾ ശേഖരിച്ചു, ഇൻ്റർപ്രിട്ടേഷൻസ് നടത്തി. അവർ 4 സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ 3ാമത്തെ സ്പോട്ട് എന്നുള്ളതാണ് അർജുൻ്റെ വാഹനം പൊതിഞ്ഞു കിടക്കുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷവും പിന്നീട് ഡ്രോൺ ഉയർത്തിക്കൊണ്ട് അവിടെ പരിശോധനകൾ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിൽ നിന്നെല്ലാം കിട്ടിയ സിഗ്നൽസ് കൃത്യമായി ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് മേജർ ഇന്ദ്രപാലൻ ഈ മേഖലയിലേക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രശേഖർ അടക്കമുള്ള റഡാർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ഉൾപ്പെടെയുള്ള ടീം ഈ മേഖലയിലേക്ക് എത്തുമെന്നുള്ളത്. ഇന്നലെ രാത്രി തന്നെ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്താനുള്ള ആലോചനയുണ്ടായിരുന്നു. നമുക്കൊപ്പം ഇന്ന് ഷിരൂരിൽ എത്തുന്ന മിനിസ്റ്റർ AK ശശീന്ദ്രൻ, ഒപ്പം മുഹമ്മദ് റിയാസ്, ഇവർ രണ്ടുപേരുമുണ്ട്. അതിൽ AK ശശീന്ദ്രനിലേക്ക് നമുക്കൊന്ന് പോകാം. AK ശശീന്ദ്രൻ, മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. മിനിസ്റ്റർ, അവിടേക്കുള്ള യാത്രയിലാണോ? എവിടെ എത്തിയപ്പോൾ? അല്ലല്ല, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശമനുസരിച്ച് ഞാനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് പോവുക. ഞാനിവിടുന്ന് 1 മണിക്ക് മംഗലാപുരത്തേക്കൊരു വിമാനം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ മംഗലാപുരത്ത് കാർ മാർഗം അവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിനിസ്റ്റർ കോഴിക്കോട് നിന്നാണ് അങ്ങോട്ടേക്ക് വരിക. ശരി, അപ്പോൾ വൈകുന്നേരത്തോടു കൂടി അവിടെ എത്തും, ഉച്ച കഴിയും നിങ്ങൾ എത്തുമ്പോൾ? അങ്ങനെയാണ് അനുമാനിക്കുന്നത്. കാരണം അവിടുത്തെ റോഡിന്റെ എത്ര ദൂരം? അതെ, ഏകദേശം ഒരു 5.5-6 മണിക്കൂർ ദൂരമുണ്ട് കാർ മാർഗം മംഗലാപുരത്ത് നിന്ന്. അപ്പോൾ അതെ അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രി 10 മണിയോ 9 മണിയൊക്കെ ആയി പോകുന്നു തോന്നുന്നത്. അതെ, എന്തായാലും വൈകും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തുന്നത് കുടുംബത്തിനൊരാശ്വാസമാണ്. നമ്മുടെ MLA സച്ചിൻ ദേവും ലിൻഡോയും നമ്മുടെ AK അഷറഫും MP MK രാഘവനും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും കൂടി എത്തുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യവുമാണ്. അങ്ങ് കുടുംബവുമായി അവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവരവിടെ മറ്റൊരുക്കങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുടുംബവുമായി അങ്ങ് സംസാരിച്ചിരുന്നോ? അമ്മയുമായിട്ടോ മറ്റോ ആരെങ്കിലും? അല്ല, അതിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കാരണം അവിടുത്തെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കണം, SP ആയിട്ട് സംസാരിക്കണം, അതെ, ചുമതലയുള്ള MLA ആയിട്ട് സംസാരിക്കണം, തുടങ്ങിയവരുമായിട്ട് ഒരു നമ്മൾ പരസ്പര ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കേരളത്തിന്റെ ഭാഗത്തും വല്ലതും അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ധാരണയിൽ എത്തണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. നന്നായി മിനിസ്റ്റർ, കാരണം അത് ആ കുടുംബത്തിന് കൊടുക്കുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. ഒരു സംവിധാനം മുഴുവൻ ആശ്വാസം കിട്ടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഇപ്പൊ 11ാമത്തെ ദിവസമാണ്. ഏത് രൂപത്തിൽ എങ്ങനെ കിട്ടുമെന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. എങ്കിൽ പോലും ഒരു ഉത്തരം വേണമെന്നാണ് അമ്മ പറയുന്നത്. എവിടെയുണ്ട് എന്തെങ്കിലും അറിയണം എന്നാണ്. താങ്ക് യു മിനിസ്റ്റർ. മിനിസ്റ്റർ AK ശശീന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര പുറപ്പെടുക. മുഹമ്മദ് റിയാസിനെ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. മുഹമ്മദ് റിയാസ് കോഴിക്കോട് നിന്നാണ് പോവുക. ഒരു യാത്ര ദുർഘടമാവുന്നതിൻ്റെ ഒരു പ്രശ്നം ഈ സ്ഥലം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഉത്തര കന്നഡ ജില്ലയിലാണ്. ഉടുപ്പി കഴിഞ്ഞും പോകണം. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഒരു 6 മണിക്കൂർ 5.5 മണിക്കൂർ യാത്ര ചെയ്യണം. രാത്രിയിലാണെങ്കിലാണ് 5.5 മണിക്കൂർ. ട്രാഫിക് ഉണ്ടെങ്കിൽ അതിലും വൈകും. 6.5 മണിക്കൂർ, ചിലപ്പോൾ 7 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ ആ യാത്രാവേളയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, ഇപ്പോൾ ആ പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രിയിൽ ട്രക്കൊക്കെ കടത്തിവിട്ടു.